നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കോവിഡിനും പനിക്കും പിന്നാലെ അമേരിക്കയിൽ കാൻഡിഡ ഓറിസ് എന്ന മാരക ഫംഗസ് പടർന്നു പിടിക്കുകയാണ്. അമേരിക്കയിലെ 27 സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഈ അണുബാധ റിപ്പോർട്ട് ചെയ്തതോടെ രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ്. നിലവിലുള്ള മരുന്നുകളെയെല്ലാം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഫംഗസ് മെഡിക്കൽ ലോകത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 2025 മാത്രം ഏകദേശം 7000-ലധികം ആളുകളെ ഈ രോഗം ബാധിച്ചതായുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. 2016 അമേരിക്കയിൽ ആദ്യമായി കണ്ടെത്തിയ കാൻഡിഡ ഓറിസ് ഒരു തരം ആക്രമണാത്മക ഈസ്റ്റ് ആണ്. ഇതിന്റെ വകഭേദങ്ങൾ ശാസ്ത്രലോകം സൂപ്പർബഗ് എന്നാണ് വിളിക്കുന്നത്. രക്തം, മുറിവുകൾ, ചെവികൾ എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായും അണുബാധ ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധകൾക്ക് സമാനമായ പനി, വിറയൽ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കാൻഡിഡ ഓറിസിന് മാത്രമായി പ്രത്യേകം ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും രോഗനിർണയം എന്നത് വൈകുകയും അപകട സാധ്യത ഇതിലൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിലുമാണ് ഈ ഫംഗസ് മാരകമായ അണുബാധയുണ്ടാക്കുന്നത്. ഈ രോഗത്തിന്റെ ഏറ്റവും ഭയാനകമായ വശം ഇതിന്റെ മരുന്ന് പ്രതിരോധ ശേഷിയാണ്. 3 പ്രധാന തരം ആന്റി ഫംഗൽ മരുന്നുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വകഭേദങ്ങൾ ഇതിലുണ്ട്. ഈ രോഗം ബാധിച്ചാൽ അതിനെ ചെറുക്കാൻ നിലവിൽ ചികിത്സകളൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കാണ്. അണുബാധയുള്ളവരിൽ 30 മുതൽ 60% വരെ ആളുകൾ മരണപ്പെടുന്നു എന്ന് CDCയുടെ മുൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിലൂടെ രോഗത്തിന്റെ തീവ്രതയാണ് കൂടുതൽ വെളിവാകുന്നത്. ഈ ഫംഗസിന്റെ വ്യാപനത്തിന് പ്രധാന കാരണം ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന താപനിലയാണെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സാധാരണയായി ഉയർന്ന താപനിലയിൽ ഫംഗസുകൾക്ക് മനുഷ്യ ശരീരത്തിൽ അതിജീവിക്കാൻ പ്രയാസമാണ്. എന്നാൽ ആഗോളതാപനം മൂലം ഫംഗസുകൾ ഉയർന്ന താപനിലയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതോടെ മനുഷ്യ ശരീരത്തിലെ താപനിലയെ പ്രതിരോധിക്കുവാനും അവിടെ തഴച്ചു വളരുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. അധിക പ്രതിരോധ ശേഷിയുള്ള ഈ ഫംഗസിനെ തടയാൻ അമേരിക്കയിലെ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും കഠിനമായി പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ഭേദിച്ച് വാർഷിക കേസുകളുടെ എണ്ണം 7500-ലേക്ക് അടുക്കുകയാണ്. മറ്റ് ഗുരുതര രോഗമുള്ളവരിലാണ് ഈ ഫംഗസ് പെട്ടെന്ന് ബാധിക്കുക. എന്തായാലും ഈ ഫംഗസിനെ കരുതിയിരിക്കാനുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്.